എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ്, റെഗുലറൈസേഷൻ ഫീസ് തുടങ്ങിയവയ്ക്ക് വർദ്ധിപ്പിച്ചിരുന്ന ഫീസ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂടിയ ഫീസ് അടച്ചവർക്ക് റീഫണ്ടിനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് 2023 ഏപ്രിൽ 10 മുതലുള്ള മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. അതായത് 2023 ഏപ്രിൽ 10 മുതൽ കൂടിയ ഫീസ് അടച്ചവർക്കാണ് ഇങ്ങനെ റീഫണ്ടിനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതിനെങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ 30ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. LSG സിറ്റിസൺ പോർട്ടൽ വഴിയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടുന്നത്. സിറ്റിസൺ പോർട്ടൽ വഴി മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെയൊക്കെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് LSG സിറ്റിസൺ പോർട്ടൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലുള്ളവർക്ക് K-സ്മാർട്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടുന്നത്. അതിൻ്റെ വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും ഡോക്യുമെൻറ്റേഷനും പ്രോസസ്സിങ്ങും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യം നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മുകളിൽ കാണുന്ന രജിസ്റ്റർ ബട്ടണിൽ പ്രസ് ചെയ്ത് ആധാറും മെയിൽ ID യും ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ അത് കാണിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ മുകളിൽ കാണുന്ന ലോഗിൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം യൂസർ ID യും പാസ്വേഡും ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. അവിടെ നമ്മൾ നേരെ താഴോട്ട് വരികയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കെട്ടിട നിർമ്മാണം എന്നൊരു ബോക്സ് കാണാം. ആ ബോക്സ് എടുത്തതിന് ശേഷം ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കെട്ടിട നിർമ്മാണം, പെർമിറ്റ് ഫീസ്, റെഗുലറൈസേഷൻ ഫീസ് എന്നിവ തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെയൊരു പേജ് വരും. ഇവിടെ ആദ്യം കാണുന്ന 3 ബോക്സുകളിലും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അപേക്ഷകൻ്റെ ജില്ല അവിടെ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഓഫീസ് തരം ആണ് ചോദിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുണ്ട്. ഇതിൽ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൊടുത്താൽ അവിടെ അത് ഈ ഒരു സൈറ്റിൽ ലഭ്യമല്ല എന്നാണ് കാണിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് വലത് സൈഡിൽ ഏത് ഗ്രാമപഞ്ചായത്താണെന്നാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് അപേക്ഷയുടെ തരം വ്യക്തിഗതം കൊടുക്കാവുന്നതാണ്. അപേക്ഷകൻ്റെ വിഭാഗം പൊതുവിഭാഗമാണ് കൊടുക്കേണ്ടുന്നത്. അല്ലാത്തവർക്ക് അനുയോജ്യമായത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെയായി അടുത്തത് എന്ന് കാണാം. ആ അടുത്തതിൽ പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അടുത്തതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ വരികയും വിഷയ വിവരണം എന്ന പോപ്പപ്പ് വിൻഡോ വരികയും വിവരങ്ങൾ സേവ് ചെയ്യാവുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ എന്ന് കൊടുക്കുക. അതിനുശേഷം മറ്റൊരു പോപ്പപ്പ് വിൻഡോ വരികയും വിജയകരമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയും അവിടെ ശരി എന്ന് കൊടുക്കുകയും ചെയ്യുക. തുടർന്ന് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് തുടർന്നുള്ള എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പേജുകളിലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇടത് സൈഡിൽ നമുക്ക് ഈ ഫയൽ നമ്പറും ഡേറ്റും കാണിക്കുന്നത് കാണാം. തുടർന്ന് നമുക്ക് വലത് സൈഡിൽ മുകളിലായി പ്രൊഫൈലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് റിട്രീവ് ചെയ്ത് വരുന്നതായിരിക്കും. അല്ലാതുള്ളവർക്ക് ഇവിടെ ഓരോ ഡീറ്റെയിൽസും കൊടുത്തു പോകണം. തിരിച്ചറിയൽ രേഖ എന്നുള്ളിടത്ത് പാസ്പോർട്ട്, ആധാർ, പാൻ കാർഡ് തുടങ്ങിയവയുണ്ട്. ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ കൊടുത്തതിന് ശേഷം അതിൻ്റെ നമ്പറും കൊടുത്ത് അപേക്ഷകൻ്റെ പേര് കൊടുക്കണം. അതിനുശേഷം തുടർന്ന് മൊബൈൽ നമ്പരും ഇമെയിൽ ID യും കൊടുക്കണം. തൊട്ട് താഴെ സ്ഥിര മേൽവിലാസം എന്നുള്ളിടത്ത് തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ, അതായത് ആ പഞ്ചായത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്, നമ്മളെ സ്ഥിരമായ മേൽവിലാസം ആ പഞ്ചായത്തിൽ തന്നെയാണെങ്കിൽ ആ റൗണ്ട് എനേബിൾ ചെയ്യാം. അതല്ല ആ പഞ്ചായത്ത് അല്ല വേറൊരു പഞ്ചായത്തിലാണ്, ജില്ലയിലാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ളത് തിരഞ്ഞെടുത്തിട്ട് താഴോട്ട് വരുമ്പം ജില്ലയും പഞ്ചായത്തും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. കേരളത്തിന് പുറത്തുള്ളവർക്ക് അത് കൊടുക്കാം. ഇന്ത്യക്ക് പുറത്തുള്ളവർക്കുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ വീട്ടുപേര്, റെസിഡൻറ്റ് അസോസിയേഷൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. വീട്ടു നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ, ആ വാർഡ് നിങ്ങളുടെ വാർഡ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതേപോലെ പോസ്റ്റ് ഓഫീസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്ത് പോകണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ലാംഗ്വേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇംഗ്ലീഷ് ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് സ്ഥിര മേൽവിലാസം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മുകളിൽ കൊടുത്തത് തന്നെയാണോ എന്നാണ് താഴെ ചോദിക്കുന്നത്. വ്യത്യസ്തമാണെങ്കിൽ താഴോട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഇതുപോലെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. സമാനമായത് എന്ന ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയാൽ പിന്നെ താഴോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അടുത്തത് എന്നതിൽ പ്രസ് ചെയ്തതിന് ശേഷം അതേയും ഓക്കെ ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും.
ഇവിടെ നമ്മൾ അപേക്ഷ സംബന്ധിച്ച ഒരു ചെറു വിവരണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്യുന്ന മുകളിൽ കാണിച്ചിരിക്കുന്ന വിവരണം കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച്മെൻറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അറ്റാച്ചിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ 1 MB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മുകളിൽ വിവരണം എന്നുള്ളിടത്ത് ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുക്കാം. താഴെയുള്ള ബോക്സിനടുത്ത് ചൂസ് ഫയൽ പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇവിടേക്ക് കൊണ്ടുവരാം. ഇവിടേക്ക് വൈറ്റ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രം നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ട് ടു ദി പഞ്ചായത്ത് സെക്രട്ടറി എന്ന് കൊടുത്തിട്ട് അപേക്ഷയിൽ ഉണ്ടായിരിക്കേണ്ട വിവരങ്ങൾ ഇവയാണ്. അധികമായി അടച്ച തുക റീഫണ്ട് ചെയ്ത് തരണം. അതേപോലെ നിങ്ങളുടെ പഞ്ചായത്ത്, വീട്ടു നമ്പർ, അടച്ച ഫീസ്, അപേക്ഷ നൽകിയ തീയതി, ഫയൽ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെ കാണിച്ചൊരു അപേക്ഷ തയ്യാറാക്കി ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ വന്ന് സേവ് കൊടുത്ത് ശരി കൊടുത്ത് നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ്. തുടർന്ന് തൊട്ട് താഴെ അത് വന്നിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്ന് വാർഡ് നമ്പരും പേരും അത് അവിടെ നിന്ന് നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത് കൊടുത്തതുപോലെ വാർഡ് നമ്പർ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം വലത് സൈഡിൽ കത്തിടപാടിനുള്ള മാർഗ്ഗം എന്നുള്ളത് ഞാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ മെയിൽ കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ വന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്തത് കൊടുത്ത് ശരി കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഈ വരുന്ന പേജിലാണ് നമുക്ക് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ആദ്യത്തേത് ബാങ്ക് പാസ്ബുക്കാണ്. പാസ്ബുക്ക് ഇല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ആയിട്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഉടമയുടെ പേരും IFSC കോഡും അക്കൗണ്ട് നമ്പരും ഒക്കെ നല്ലതുപോലെ ക്ലിയർ ആയിട്ടുള്ള കോപ്പി വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇതിലേക്കാണ് റീഫണ്ട് എമൗണ്ട് വരുന്നത്. PDF ആയിട്ടോ ഇമേജ് ഫയലായിട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 1 MB താഴെയുള്ള ഫയൽ സൈസാണ് എല്ലാത്തിനും വേണ്ടുന്നത്. രണ്ടാമത്തേത് പെർമിറ്റ് ഫീ ആണ് റീഫണ്ട് ചെയ്ത് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. റെഗുലറൈസേഷൻ ഫീ ആണ് റീഫണ്ട് ചെയ്ത് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തത് അടച്ച റെസിപ്റ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അപേക്ഷാ ഫീസ്, പെർമിറ്റ്, റെഗുലറൈസേഷൻ ഫീസ്, ഇതിൽ ഏത് ഫീസാണോ നിങ്ങൾ അടച്ചിട്ടുള്ളത് അത് റീഫണ്ട് ചെയ്ത് തരേണ്ടുന്നത് അത് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ രസീതുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സത്യവാങ്മൂലം നൽകുകയാണ് വേണ്ടുന്നത്. പക്ഷേ അതിനകത്ത് റെസിപ്റ്റ് നമ്പരും അടച്ച തീയതിയും ആ സത്യവാങ്മൂലത്തിൽ നൽകേണ്ടതുണ്ട്. വൈറ്റ് പേപ്പറിലാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. ഫ്രമും ടൂവും കൊടുത്തിട്ട് പഞ്ചായത്താണെങ്കിൽ സെക്രട്ടറിക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. എൻ്റെ രസീത് നഷ്ടപ്പെട്ടു പോയതിനാൽ റീഫണ്ട് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയാൽ മതിയാകും. മൂന്നാമത്തേത് വൈറ്റ് പേപ്പറിൽ തയ്യാറാക്കുന്ന റീഫണ്ട് അപേക്ഷയാണ്. അവിടെയും ഫ്രമും ടൂവും വെച്ചിട്ട് റീഫണ്ട് അനുവദിച്ചു തരണം എന്ന് വീട്ടു നമ്പരും ഒക്കെ കൊടുത്തൊരു അപേക്ഷ തയ്യാറാക്കിയാൽ മതിയാകും. ഇവിടെ സെലക്റ്റിന് താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് ഇവ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെയാണ് ഇവിടെ സേവ് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. തൊട്ട് വലത് സൈഡിൽ അവ ഓരോന്നും വരുന്നതും കാണാം. അവിടെ നമുക്ക് വ്യൂ ചെയ്യാനും ഡിലീറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ടാകും. ഞാനിവിടെ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ. അതിനുശേഷം അടുത്തത് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് പോകുന്നതും ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. താഴോട്ട് വന്നതിന് ശേഷം ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി അവിടെ കാണുന്ന ക്യാപ്ച നമ്പേഴ്സ് അവിടെ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അവിടെ താഴെ കാണുന്ന സമർപ്പിക്കുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം അതേ എന്ന് കൊടുത്ത് അതിനുശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ അതേയും കൊടുത്ത് അതിനുശേഷം ശരിയും കൊടുത്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തുടർന്ന് ഇങ്ങനെയൊരു പേജിൽ വരികയും ഇവിടെ നമുക്ക് അപേക്ഷ നൽകിയ ഡേറ്റും സേവനം നൽകേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞ് 6/11/2024 കൊടുത്തിരിക്കുന്നതും കാണാം. മുകളിൽ നമുക്ക് അപേക്ഷയുടെയും കൈപ്പറ്റ് രസീതിൻ്റെയും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള PDF ഫോർമാറ്റിലുള്ളത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതോടെ അപേക്ഷാ സമർപ്പണം പൂർണ്ണമായിരിക്കുകയാണ്. നേരിട്ട് ഓഫീസിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. സ്റ്റാറ്റസ് നോക്കിയാൽ മതി. അതെങ്ങനെ നോക്കാമെന്ന് നമുക്ക് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. 10/4/2023 മുതൽ 1/8/2024 വരെയുള്ള കാലയളവിലാണ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലയളവിൽ അപേക്ഷിച്ചവർക്കാണ് ഇങ്ങനെ അധികമായി മേടിച്ച തുക റീഫണ്ട് ചെയ്യാനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഇങ്ങനെ നൽകുന്ന അപേക്ഷയിൽ മേൽ നടപടികൾ സ്വീകരിച്ച് റീഫണ്ട് തുക അക്കൗണ്ടിൽ എത്താൻ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 31/3/2025 31/3/2025 അക്കൗണ്ടിൽ തുക എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ വന്ന് ഇൻബോക്സിലേക്ക് മടങ്ങുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ നമ്മൾ കൊടുത്ത അപേക്ഷ അവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നമ്പരും ഒക്കെ കാണാൻ സാധിക്കും. അണ്ടർ പ്രോസസ്സിംഗ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്രൂവ് ആയാൽ താഴെ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പിന്നീട് സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ മുകളിൽ ILGMSന് ഇടത് സൈഡിലായി 3 വരകൾ കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത ആപ്ലിക്കേഷനുകൾ, സബ്മിറ്റ് ചെയ്ത അപേക്ഷകൾ, തിരുത്തൽ ആവശ്യമായ അപേക്ഷകൾ, ഇൻബോക്സ് തുടങ്ങിയ ലിങ്കുകളൊക്കെ അവിടെ കാണാവുന്നതാണ്. ഈ ഓരോ ലിങ്കുകളിലും
ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസും സ്റ്റാറ്റസും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.